നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ? സ്വന്തം കഷ്ടപ്പാടുകളെ മറ്റാരെയും അറിയിക്കാണ്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവർ. ഇന്ന് എൻ്റെ മുക്കം സന്നദ്ധസേന ടീം അംഗങ്ങൾ പോകുന്നത് അങ്ങനെ ഒരു വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു ആ വീടിൻ്റെ അകം മൊത്തം. ആദ്യം തന്നെ ആ വീടിന് വേണ്ട ഒരു ടാർപ്പായ വാങ്ങി മൊത്തം കവർ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ ആദ്യം ചെയ്തത്. അതിനുശേഷം ആ വീട്ടിലേക്ക് വേണ്ട പെയിൻറ് വാങ്ങി ആ വീട് ചുറ്റും നല്ല രീതിക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ വാതിലില്ലാത്തൊരവസ്ഥയായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടിയാണ് നമ്മളവിടെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഞായറാഴ്ചയും മറ്റു പരിപാടികളൊക്കെ ഒഴിവാക്കി ഇങ്ങനത്തെ ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന സന്നദ്ധ സേന പ്രവർത്തകരാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം തരുന്നത്. എന്തൊരു പ്രശ്നം വന്നാലും ഓടി മുന്നിലെത്താൻ നമ്മുടെ ടീം എന്നും ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ പണീൻ്റെ ഇടയിൽ ചായയും മറ്റു പലഹാരങ്ങളും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു പണി നല്ല രസകരമാക്കി തീർക്കാൻ നമ്മുടെ ടീം അംഗങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പരിപാടിയൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് കഴിച്ചു. ഉച്ചയ്ക്ക് നല്ലൊരു മന്തിയോട് കൂടിയിട്ട് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്.